മോട്ടറോളയുടെ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ക്രീനുമായിട്ട് വരുന്ന മോട്ടറോള റേസർ 2019 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പഴയ മോട്ടറോള റേസറിൻ്റെ ഡിസൈനിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഡിസൈനുമായിട്ടാണ് മോട്ടറോള റേസർ 2019 വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ 2019 വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മോട്ടറോള റേസറിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ നമുക്ക് രണ്ട് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഉള്ളിലത്തെ ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഉള്ളിൽ നമുക്ക് 6.2 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെയും ഹുവാവേയുടെയും ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളിലെ പോലെയല്ല ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വെർട്ടിക്കലായിട്ടാണ് ഫോൾഡ് ചെയ്യുക. നമ്മുടെ പഴയ മോട്ടറോള റേസർ ഫോണിലൊക്കെ പോലെ 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. പിന്നെ പുറത്ത് നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 2.7 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണിത്. കമ്പനി ഒരു ഡിസ്പ്ലേയെ ക്വിക്ക് വ്യൂ എക്സ്റ്റേണൽ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് കാണുക. ഇതിൽ നോട്ടിഫിക്കേഷൻ, മ്യൂസിക്, ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ സെൽഫി എടുക്കുക, ഇതുപോലെ ചില ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. സെക്കൻഡ് ഡിസ്പ്ലേയിൽ കാണുന്ന കാര്യം ഫോൺ തുറക്കുമ്പോൾ മെയിൻ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ പഴയ മോട്ടറോള റേസറിലെ പോലെ തന്നെ ഈ ഫോണിൻ്റെ താഴെയും വലിയൊരു ചിഹ്നം വരുന്നുണ്ട്. ഈ ഒരു ചിഹ്നം നമ്മൾ ഫോൺ തുറന്നു വെക്കുന്ന സമയത്ത് കുറച്ച് പൊന്തി നിൽക്കുന്നതായിരിക്കും. ഈ ഒരു ചിഹ്നിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ വലിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫ് ആണ്. പിന്നെ സാംസങ്ങിൻ്റെയും ഹുവാവേയുടെയും ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ പോലെ അല്ല ഈ ഫോൺ വരുന്നത്. ആ ഫോണുകളിലൊക്കെ നമുക്ക് വലിയൊരു ഡിസ്പ്ലേ ലഭിച്ചിരുന്നു. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. ഈ ഫോൺ നമ്മൾ ഓപ്പൺ ആക്കിയാൽ തന്നെ നമുക്ക് 6.2 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഉള്ള ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത ഫോണുകളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ക്രീൻ സൈസാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് ഈ ഫോൺ നമ്മൾ മടക്കി വെച്ചാൽ ചെറിയ സൈസിലുള്ള ഒരു ഫോൺ ആവും എന്നുള്ളതാണ്. നമ്മുടെ പഴയ മോട്ടറോള റേസർ പോലെ. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 1 ലക്ഷത്തിന് പുറത്ത് വില വരുന്ന ഫോണിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫോണിൽ നമുക്ക് 6 GB റാമാണ് ലഭിക്കുന്നത്. 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. ഈ സിമ്മുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ചിലപ്പോൾ ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ എത്തുമ്പോൾ ഫിസിക്കൽ സിം ലഭിക്കാനും സാധ്യതയുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 9 സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഫോൺ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് ചെറിയ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് നമുക്ക് ഈ ക്യാമറ സെൻസർ വെച്ചിട്ട് സെൽഫി ഫോട്ടോസും എടുക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് 5 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറ വേറെയും ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 2510 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇത് കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് $1500 ആണ്. അതായത് ഏകദേശം 1,07,500 രൂപ. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ടീസർ മോട്ടറോള ഇന്ത്യ ഇപ്പോൾ അടുത്ത് പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനെ അല്ല ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ക്യാമറയോ അല്ലെങ്കിൽ പ്രോസസ്സറോ ബാറ്ററിയോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് HD റെസൊല്യൂഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം.